അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയാണ്. സാമ്പത്തിക നടപടികളിൽ വിവേചനവും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനവും ആവർത്തിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെയാണ് ബജറ്റ് അവതരണം എന്നതുകൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ആകാംക്ഷയോടെയാണ് അതിനെ ഉറ്റുനോക്കുന്നത്. വായ്പയെടുക്കൽ പരിധിയും ധനകമ്മീഷൻ നിർദ്ദേശത്തിന്റെ മറവിൽ സംസ്ഥാന വിഹിതവും വെട്ടിക്കുറിച്ചും സാങ്കേതിക കാരണങ്ങൾ നിരത്തി കേന്ദ്ര വിഹിതം പിടിച്ചുവെച്ചും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാതെയും പ്രതിപക്ഷ ഭരണമുള്ള സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്നത്. ഇതിനെതിരെ രാജ്യതലസ്ഥാനത്തും സംസ്ഥാനത്തും LDF സർക്കാരിന്റെ മുൻകൈയിൽ പ്രത്യക്ഷ സമരം നടത്തേണ്ടി വന്നിരുന്നതുമാണ്. കൂടാതെ സുപ്രീം കോടതിയിൽ വ്യവഹാരം നടത്തേണ്ടി വരികയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിക്കുന്ന അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ എന്തായിരിക്കുമെന്ന് ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ നൽകിയ മറുപടിയിൽ കേന്ദ്ര സമീപനം തുറന്നു കാട്ടുന്നുണ്ട്. സംസ്ഥാന വരുമാനത്തിൽ പ്രധാന സ്രോതസ്സാണ് കേന്ദ്ര നികുതി വരുമാനം. ഓരോ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിർദ്ദേശം പുറത്തു വരുമ്പോഴും വിഹിതം കുറഞ്ഞു വരികയാണെന്നതിന്റെ കണക്കുകൾ മന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്തുണ്ടായിരുന്ന 3.88% എന്ന വിഹിതം 15ാം കമ്മീഷനിലെത്തുമ്പോൾ 1.925% കുറഞ്ഞു. 10,000 കോടി രൂപയുടെ കുറവാണ് ഈ ഇനത്തിൽ മാത്രം സംസ്ഥാനത്തിനുണ്ടായത്. കൂടാതെ വിവിധ ഗ്രാന്റുകൾ ലഭിക്കുന്നതിന് ധനകാര്യ കമ്മീഷൻ മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചിട്ടുള്ളതിനാൽ അവ ലഭിക്കുന്നതിനും കാലതാമസം നേരിടുന്നു. വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലായി മുൻ വർഷങ്ങളിൽ ഉൾപ്പെടെ 5,650.45 കോടി രൂപ കേന്ദ്ര വിഹിതം കഴിഞ്ഞ സെപ്റ്റംബർ വരെ കുടിശ്ശികയാണെന്ന കാര്യവും മന്ത്രിയുടെ മറുപടിയിലുണ്ട്. സംസ്ഥാനം ചെലവഴിക്കുന്ന ക്ഷേമ പദ്ധതികളുടെ കേന്ദ്ര വിഹിതം പോലും ലഭിക്കാത്ത സ്ഥിതിയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വകയിൽ 190.76 കോടി രൂപ ലഭിക്കാനുണ്ട്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ 636.88 കോടി, നെല്ല് സംഭരണം 1206.69, ഭക്ഷ്യസുരക്ഷാ നിയമം 54.19, സമഗ്ര ശിക്ഷ കേരളം 1148.13 കോടി എന്നിങ്ങനെ 21 ഇനങ്ങളിലായുള്ള കുടിശ്ശികയാണ് ലഭിക്കാനുള്ളത്. റവന്യൂ വരുമാനം സമാഹരിക്കുന്നതിൽ സംസ്ഥാനം കാഴ്ചവെക്കുന്ന മികച്ച പ്രവർത്തനമാണ് ഒരു ഖജനാവിന് പരിധിവരെ താങ്ങാവുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ആകെ വരുമാനത്തിന്റെ 75% തനതു നികുതി, നികുതിയേതര ഇനങ്ങളിൽ നിന്നായിരുന്നു. 2016 1,66,246 രൂപയായിരുന്ന ആളോഹരി വരുമാനം കഴിഞ്ഞ വർഷം 3,08,338 രൂപയായതായി RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ കാലയളവിൽ ആഭ്യന്തര ഉൽപാദനവും ഇരട്ടിയായി. 5.62 ലക്ഷം കോടിയിൽ നിന്ന് 12.49 ലക്ഷം കോടിയായാണ് വർദ്ധിച്ചത്. ശരാശരി 12% സാമ്പത്തിക വളർച്ച നേടാൻ സാധിക്കുന്നുവെന്നർത്ഥം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാർ എന്ന നിലയിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയോ കുടിശ്ശിക വരുത്തുകയോ ചെയ്യാതെ മുന്നോട്ടു പോകുന്നതിനാൽ കേന്ദ്ര നടപടി സംസ്ഥാനത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെന്നത് വസ്തുതയാണ്. ഇതിന്റെ കൂടെയാണ് വായ്പ എടുക്കുന്നതിനുള്ള പരിധി വെട്ടിക്കുറിച്ചുള്ള ദ്രോഹം. ഇതോടൊപ്പം തന്നെയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര നിക്ഷേപം കുറഞ്ഞു വരുന്ന സ്ഥിതിവിശേഷവും. ആരോഗ്യരംഗത്തിന് വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ ആകെ തുകയുടെ കേവലം 2% മാത്രമാണ് നീക്കിവെച്ചത്. ആരോഗ്യ പരിപാലനത്തിലും വിദ്യാഭ്യാസ വിഷയങ്ങളിലും പ്രഥമ പരിഗണന നൽകുകയും ലോകോത്തര നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്ന കേരളത്തെ സംബന്ധിച്ച് ഈ പരിമിതി വലിയ ബാധ്യതകൾ അധികമായി ഏറ്റെടുക്കുന്നതിന് കാരണമാകുന്നു. ഈ വർഷം എടുക്കാവുന്ന ആകെ കടമെടുപ്പ് പരിധിയിൽ 17,000-ലധികം കോടി രൂപയാണ് വെട്ടിക്കുറവ് വരുത്തിയത്. അവസാന 3 മാസക്കാലം 12,000 കോടി രൂപയാണ് കിട്ടേണ്ടത്. അത് 5,900 കോടിയിലധികം വെട്ടിക്കുറച്ച് പകുതിയിൽ താഴെ മാത്രമാക്കി. GDP GSDP കണക്കാക്കുന്നതിന്റെ കുറവും സംസ്ഥാന സമ്പദ്ഘടനയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ബജറ്റിൽ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പ്രസക്തമാകുന്നത്. വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും സാമൂഹ്യക്ഷേമ പദ്ധതികൾ യഥാവിധി നടപ്പിലാക്കുന്നതിനും സംസ്ഥാനത്തെ സഹായിക്കുക എന്നത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. അത് ഫെഡറൽ തത്വത്തിന്റെ അടിസ്ഥാന ഘടകവുമാണ്. അതിനു പകരം സംസ്ഥാനത്തിന് ദോഷകരമാകുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ശത്രുതാ മനോഭാവം
മനോഭാവത്തിന്റെ വ്യക്തമായ തെളിവാണ്. അതല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ കേന്ദ്ര നിലപാട് കാരണം സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം നികത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര ബജറ്റിലൂടെ ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേക പാക്കേജായി അത് പ്രഖ്യാപിക്കപ്പെടുമോ എന്നതാണ് കേരള ജനത കാത്തിരിക്കുന്നത്.